തിരുവനന്തപുരം തൃക്കണ്ണാപുരം ഡിവിഷൻ പ്ലാവിലയിൽ CPIM BJP സംഘർഷമുണ്ടായി. ഇരുവിഭാഗത്തിന്റെയും തെരഞ്ഞെടുപ്പ് ഓഫീസുകൾ തകർത്തു. സ്ഥലത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. അരുൺലാൽ വി എന്ന CPIM പ്രവർത്തകനാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയതെന്ന് BJP സ്ഥാനാർത്ഥി വിനോദ് കുമാർ ആരോപിച്ചു. അപ്പോൾ ഈ പുള്ളിയാണ് ഈ ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ഇതിന് ചുക്കാൻ പിടിച്ചിരിക്കുന്നത് കൗൺസിലറായി മത്സരിച്ച് ജയിച്ച അജിനാണ്. അവരുടെ ആഹ്ലാദ പ്രകടനം വരുന്ന വഴിക്കാണ് അവരിവിടെ വന്ന് ഈ ഓഫീസ് അടിച്ച് തകർത്തിട്ട് പോയത്. ഞങ്ങൾ ആരും ഇവിടെ ഇല്ലായിരുന്നു. ആ കൂട്ടത്തിൽ ഇയാളുണ്ടായിരുന്നു. ഇയാളാണ് ആ പള്ളിയുടെ ഓപ്പോസിറ്റുള്ള മതിലിൽ ഒരു പടക്ക് വെച്ചിട്ട് പോയ ആള്. BJPയുടെ ഓഫീസ് അവർ തന്നെയാണ് തകർത്തത് എന്ന് CPIM ആരോപിച്ചു. CPIMന്റെ ജാഥയ്ക്ക് നേരെ ആക്രമണമുണ്ടായി എന്നും ആരോപണം. നമ്മുടെ ജാഥയുടെ പുറകിൽ വന്ന ആൾക്കാരുമായിട്ട് ഇവർ സംസാരമായി. തിരുമല വാർഡിൻ്റെയും സ്വീകരണം പള്ളിമുക്ക് ജംഗ്ഷനിലായിരുന്നു, മങ്കാട്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചങ്ങ് പോയതിനു ശേഷം ഈ ജാഥയുടെ പുറകിൽ വന്ന രണ്ടുപേരെ ഇവർ അടിച്ചു തള്ളിയിട്ടു. ഇവർ ബൈക്കിലാണല്ലോ. അപ്പുറത്ത് ഏതാണ്ട് 10-100ഓളം BJPയുടെ പ്രവർത്തകരുണ്ടായിരുന്നു. ജയിനഗറുള്ള ബൂത്ത് കമ്മിറ്റി ഓഫീസ്, ആനയുടെ വഴിയിലെ ബൂത്തിൻ്റെ 5-ാം നമ്പർ ബൂത്ത് കമ്മിറ്റി ഓഫീസ് അതെല്ലാം അടിച്ചു തകർത്തു. ഇതിനിടയിൽ ഈ വാർഡ് കമ്മിറ്റി ഓഫീസ് അവർ തന്നെയാണ് തകർത്തത്. മീര മനോഹരനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. മീര, എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ആരോപണ പ്രത്യാരോപണം നടക്കുന്നുണ്ട്. സംഘർഷം ഉണ്ടായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? സ്വാതി, തീർച്ചയായും വർഷങ്ങളായി BJP ഭരിക്കുന്ന ഒരു വാർഡായിരുന്നു ഇത്. ആനന്ദമ്പിയുടെ മരണം ഉൾപ്പെടെ ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡ് CPM തിരിച്ചുപിടിക്കുകയായിരുന്നു. അതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള ആഹ്ലാദ പ്രകടനത്തിനിടയിലാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തെ പ്ലാവിലയിലുള്ള BJPയുടെ ബൂത്ത് കമ്മിറ്റി ഓഫീസ് CPM പ്രവർത്തകർ തകർത്തു എന്ന ആരോപണം വരുന്നത്. ഇതിനിടെ ഈ സ്ഥലത്ത് നിന്ന് തന്നെ ഒരു CPM പ്രവർത്തകന്റെ പേഴ്സ് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട്. അതാണ് BJP പ്രവർത്തകർ ഉൾപ്പെടെ തെളിവായി കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ആക്രമണം നടക്കുമ്പോൾ ഈ BJPയുടെ ഓഫീസിൽ ആ പ്രവർത്തകർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റൊരു തൊട്ടടുത്ത വാർഡിലെ ആഹ്ലാദ പ്രകടനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയിരിക്കുകയായിരുന്നു. അതിനാൽ തന്നെ ഈ ഓഫീസിലുണ്ടായിരുന്ന നിലവിളക്കുകൾ ഉൾപ്പെടെ നശിപ്പിച്ചു എന്നുള്ള ആരോപണമുണ്ട്. എന്തായാലും ഈ ആരോപണത്തെ തീർത്തും എതിർത്തുകൊണ്ട് അവിടെ നിലവിൽ വിജയിച്ചിട്ടുള്ള CPM സ്ഥാനാർത്ഥി അജിൻ തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ആദ്യം ഈ CPMന്റെ ജാഥയ്ക്കെതിരെയാണ് BJP പ്രവർത്തകർ ആക്രമണം നടത്തിയതെന്നാണ് ഇപ്പോൾ CPM പ്രവർത്തകർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ BJP ഓഫീസ് BJPയുടെ തന്നെ പ്രവർത്തകർ തകർത്തതാണ്. ശരി.